ബോട്ടിന്റെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന ഏതൊരു നെക്ക് ബാൻഡുകളിലും അല്ലെങ്കിൽ ഇയർബഡുകളിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ബീസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ്. എന്നാൽ ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ നമുക്ക് ഒരു ഗെയിമിംഗ് TWS അല്ലെങ്കിൽ ഗെയിമിംഗ് ഇയർബഡ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന Airdopes 191G വരുന്നത് വരെ ഈ ഒരു G റെപ്രസെന്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് എന്നായിരിക്കാം. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് Airdopes 191G നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിനുള്ള ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് Airdopes 191G എന്നും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കൂടാതെ ഡ്യുവൽ ഡ്രൈവേഴ്സ് 2x 6mm അതുപോലെ തന്നെ കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജി ബീസ് മോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പറയുകൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 3490 രൂപയാണ്. എന്നാൽ ഞാനിത് വാങ്ങിച്ചത് 1499 രൂപ ഒരു ഓഫർ റേറ്റിലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആമസോണിൽ നോക്കുകയാണെങ്കിൽ 2480 രൂപയും ഫ്ലിപ്കാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ അവിടെ 3490 രൂപയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 1499 രൂപയാണ്. എന്നാൽ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് റെഡ് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെ മറ്റ് 3 കളേഴ്സിലും, അതായത് ടോട്ടൽ 4 കളേഴ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു റെഡും അതുപോലെ തന്നെ വൈറ്റ് മാത്രമേ ഉള്ളൂ. വൈറ്റ് ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു റെഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ബോക്സ് അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് കണ്ടോ Airdopes 191G എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ബോക്സ് നമുക്കിവിടെ കാണാം. എന്തായാലും ഇപ്പോൾ ഇറങ്ങുന്ന പൊതുവെ എല്ലാ ഇയർബഡുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ബോക്സ് സഹിതം കാണാൻ പറ്റുന്നത്. ഇനി ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് പൊതുവെ നമുക്ക് ബോട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ആ ഒരു പേപ്പർ വർക്ക്സ് ആണ്. കുറേ അധികം പേപ്പർ വർക്ക്സ് ഉണ്ട്. ബോട്ട് ദ ഹെഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റിക്കർ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഒരു ബോക്സിനകത്ത് ഒരു Type-C കേബിളും കൂടാതെ 2 ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ Airdopes 191G. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിലും മറ്റുള്ള ഗെയിമിംഗ് ഇയർബഡുകളൊക്കെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആണെന്ന് തോന്നിക്കുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റ് ഫിനിഷ്ഡ് കേസ് ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് ബോട്ടിന് ലോഗോയും കൂടാതെ 2 കണ്ണും ഒരു മൂക്കും ഒക്കെ പോലൊരു സംഭവം ഉണ്ട്. അതിൽ പക്ഷേ ലൈറ്റ് ഒന്നും കത്തത്തില്ല. പക്ഷേ അതിൽ കൂടി ലൈറ്റ് കത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ലൈറ്റ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിഡിന്റെ താഴെ മുന്നിൽ കാണുന്ന ഈ ഒരു വൈറ്റ് ഭാഗം എന്ന് പറയുന്നത് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 4 LED ഇൻഡിക്കേറ്റേഴ്സ്, വലതുവശത്തും ഇടതുവശത്തും ഓരോന്നും, അതുപോലെ തന്നെ മുന്നിലായിട്ട് 2 LED ഇൻഡിക്കേറ്റർ ആണ്. ഈ ഒരു 4 LED ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ മറ്റുള്ള ഇയർബഡുകളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ആ ഒരു കേസിന്റെ ബാറ്ററി പെർസെന്റേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും പുറകിലായിട്ട് ഒരു Type-C പോർട്ടും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 400 mAhൽ നിന്ന് 30 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ 60% പാട്ട് കേട്ടാൽ മാത്രം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 30 മിനിറ്റും അല്ലെങ്കിൽ 45 മിനിറ്റിനകത്താണ് ഇത് ചാർജിങ് ടൈം കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഇവരുടെ ഈ ഒരു യൂസർ ഗൈഡിൽ എഴുതിയിരിക്കുന്നത് അപ് ടു 2 hours 15 minutes ആണ് കേസ് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം പറയുന്നത്. എന്തായാലും ഇതിൽ 5V2 ആണ് കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനകത്ത് ചാർജ് ആകാൻ ചാൻസസ് ഉണ്ട്. ഇനിയൊരു ലെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇയർബഡ് ഇരിപ്പുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴെ വീണാൽ പോലും, നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാൽ പോലും ഇത് തെറിച്ച് പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റീകണക്ട് ആകുന്നതാണ്. കൂടാതെ കേസിന്റെ ഉള്ളിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ നടുക്കായിട്ടൊരു റീസെറ്റ് ബട്ടണും ഇവിടെ ഉണ്ട്. നിങ്ങൾ പ്രോഡക്റ്റ് ആദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ക്വാളിറ്റി ലോസ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഇയർബഡുകൾ വെച്ചതിന് ശേഷം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീസെറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ആ ഒരു ഫോട്ടോയിൽ, അതായത് 191G വരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു സെമി ട്രാൻസ്പെറന്റ് ഡിസൈൻ ഉണ്ടായെന്നുള്ളതാണ്. അതിൽ എന്തായാലും ഇതിൽ ആകർഷകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഫോട്ടോയിൽ കാണിച്ച അത്രയും ട്രാൻസ്പെറന്റ് അല്ല, ഒരു സെമി ട്രാൻസ്പെറന്റ് ആണ്.
ഫോട്ടോയിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് തന്നെയാണെന്ന് ഫീൽ ചെയ്യും, പക്ഷേ അതല്ല കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് അകത്ത് ഡ്രൈവേഴ്സും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ഇതിനെ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുറകിലായിട്ട് ബോട്ടിൻ്റെ ലോഗോയും കൂടാതെ ഒരു മൈക്കും ഏറ്റവും അടിയിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ആ ഒരു LED ഇൻഡിക്കേറ്ററൊക്കെ ആക്ച്വലി അവർ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. 6mm ഡ്യുവൽ ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് 6mm 2 ഡ്രൈവേഴ്സ് നമുക്ക് ഓരോ ഇയർബഡുകളിലും കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോട്ടിന്റെ ലോഗോയുടെ ഭാഗത്താണ് നമുക്ക് ആ ഒരു ടച്ച് കൺട്രോൾസ് കാണാൻ പറ്റുന്നത്. സെൻസിറ്റീവ് ആണ്, അത്യാവശ്യം നല്ല രീതിക്ക് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്ലസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഇയർബഡുകളിൽ നമ്മൾ നല്ല രീതിക്ക് ഇട്ട് കുത്തിയാൽ പോലും എന്താ പറയുക ടച്ച് വർക്ക് ആവത്തില്ല. എന്നാൽ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ, ഒരു ഫെദർ ടച്ച് ചെയ്താൽ മതി, നമുക്കത് ടച്ച് വർക്ക് ആവുന്നതാണ്. എന്നാൽ വേറൊരു രീതിയിലുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും നമ്മുടെ ഒരു ബോഡിയുടെ ഒരു പാർട്ട് തട്ടിയാൽ പോലും നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ് ആവുന്നതാണ്. അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് ചില സമയത്ത് തോന്നും. എന്നാൽ പോലും ടച്ച് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതുവശത്ത് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ വലതുവശത്ത് നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ബീസ് മോഡ് 65ms ലോ ലേറ്റൻസി മോഡ് ഓണാവും. അതുപോലെ തന്നെ ഇടതുവശത്ത് നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് ഗൂഗിൾ അല്ലെങ്കിൽ സിറി ഒക്കെ വർക്കൗട്ട് ആകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബേസിക് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകാനേ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ 1 വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ട്. ഇനി ഒരു പ്രോഡക്റ്റിന്റെ വെയറിംഗ് കംഫർട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലുക്കിൽ ആക്ച്വലി ഇത്തിരി ബൾക്കി ആണെന്ന് ഫീൽ ചെയ്യുമെങ്കിൽ പോലും നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇരിക്കും എന്നുള്ളതാണ്. അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. കാരണം ആദ്യം എനിക്ക് വെച്ച സമയത്ത് ഈ ഒരു ബൾക്കി ഫീൽ ഞാൻ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ വെക്കുന്ന സമയത്ത് എന്താ പറയുക, ചെറിയൊരു പെയിൻ കണക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് അങ്ങോട്ട് ആ ഒരു പെയിനെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. 1.5 മണിക്കൂറോളം ഞാനിത് യൂസ് ചെയ്തിട്ടും അങ്ങനെ വേറെ ഒരു പ്രശ്നവും എനിക്ക് ഈ ഒരു 191Gയിൽ നിന്നും വെയറിംഗ് കംഫർട്ടിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ലായിരുന്നു. പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ഒരു 191Gയിൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ANC ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ ചെറിയൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ട് നിന്ന് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടാൽ പോലും നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ്, പബ്ലിക്കിന്റെ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് ENX വിത്ത് കോട്ട് മൈക്കാണ്. അതായത് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. കൂടാതെ ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മൈക്ക് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാതെ ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് Airdopes 191Gയിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഇൻഡോറിനകത്ത് ആ ഒരു 191Gയിൽ നിന്ന് ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, എന്തായാലും അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓൾറെഡി ഞാൻ നമ്മുടെ ഷോർട്സിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള മൈക്ക് ക്വാളിറ്റിയാണ് കിട്ടുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC മാത്രമേ ഉള്ളൂ, AAC ഇല്ല. അതൊരു ചെറിയ ഡ്രോബാക്ക് ആണ്. എന്നാൽ പോലും നമുക്ക് 100% പാട്ട് കേട്ടാൽ പോലും അങ്ങനെ വലിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഒരു 90 അല്ലെങ്കിൽ 80 to 90% ആണ് നമുക്ക് ആ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇതിൽ കിട്ടുന്നത്. അതർവൈസ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല സമാധാനത്തോട് കൂട്ടിയിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഔട്ട്പുട്ടാണ് ഇതിൽ കിട്ടുന്നത്. ഒരു മോണോ ഡോമിനേറ്റഡ് ആണോ അതല്ല ട്രിപ്പിൾ ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കൂടുതൽ അങ്ങോട്ട് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിക്കുള്ളൊരു ഔട്ട്പുട്ടാണ് ഇതിനകത്ത് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ബേസ് നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു 90% ഇട്ട് കേട്ടാൽ മാത്രമേ ആ ഒരു ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആവത്തുള്ളൂ. പക്ഷേ ബേസ് ഉണ്ട്, അതിൽ വേറൊരു സംശയമില്ല. വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള പാട്ടുകൾ കേൾക്കുന്നെങ്കിൽ പോലും നമുക്കതല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നെങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കും ഈ ഒരു 191Gയിൽ നിന്നും. ആമസോണിൽ ഞാൻ ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ക്വാളിറ്റി വളരെ മോശമാണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിവ്യൂ ഇട്ട ആള് പൊതുവേ ഈ ഒരു ബോട്ടിന്റെ മറ്റുള്ള ഇവർക്ക് ഒരു ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ച് പ്രോഡക്റ്റുകളിലാണ് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി നല്ല രീതിക്ക് കിട്ടുന്നത്. ഇതിനൊക്കെ മുന്നേ ഇറങ്ങിയ പ്രോഡക്റ്റുകളിലൊക്കെ ഇവർക്ക് അയാൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറയുമായിരുന്നു ഈ ഒരു 191Gയിൽ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി കുഴപ്പമില്ല എന്നുള്ളത്. കാരണം നല്ല ഡീസന്റ് ക്വാളിറ്റി തന്നെയാണ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തത്. ഒരിക്കലും കുറ്റം അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോണോ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതിലെന്നുള്ള ഏതൊരു ഇയർബഡ് കിട്ടിയാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആദ്യം തോന്നുന്നെങ്കിൽ അതുപോലെ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ആ ഒരു ബീസ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 65ms ലോ ലേറ്റൻസിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പൊതുവെ ബോട്ടിന്റെ
മറ്റുള്ള പ്രോഡക്റ്റുകളിൽ ഈയിടയ്ക്ക് ഞാൻ അൺബോക്സ് ചെയ്യലൊക്കെ തന്നെ കാണാൻ പറ്റുന്നത് നമുക്ക് ബീസ്റ്റ് മോഡ് ഉള്ള പ്രോഡക്റ്റുകളിലൊക്കെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബീസ്റ്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു 191Gയിൽ ബീസ്റ്റ് മോഡ് ഓൺ ആക്കിയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 hours എന്നൊക്കെ പറയുന്നത് നമ്മൾ ബീസ്റ്റ് മോഡ് ഓഫ് ആക്കിയിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 6 hours തന്നെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതൊരു 60% നമ്മൾ കേട്ട് കഴിഞ്ഞാൽ. എന്നാൽ ബീസ്റ്റ് മോഡ് ഓൺ ആക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു 6 hours ഒന്നും കിട്ടാൻ ചാൻസസ് ഇല്ല. അത് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ പോലും ഗെയിം കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീസ്റ്റ് മോഡ് ഓൺ ആക്കിയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ PUBG കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു യാതൊരു ഡിലേയും അങ്ങോട്ട് തോന്നിയിട്ടില്ലായിരുന്നു. 65 ms പൊതുവേ നമ്മുടെ ബോട്ടിലൊക്കെ തന്നെ ഈ ഒരു ബീസ്റ്റ് മോഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രോ പ്ലേയേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ എന്നെ പോലുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു 65 ms നല്ല രീതിക്ക് ഒരു കുറ്റവും ഇല്ലാണ്ട് കളിക്കുകയും ചെയ്യും എന്നുള്ളതിലും വേറൊരു സംശയമില്ല കേട്ടോ. ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 1499 രൂപയ്ക്ക് വർത്ത് ബൈങ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഴപ്പമില്ല. ഒരു ഗെയിമിംഗ് ഇയർബഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ബോട്ടിന് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഈ ഒരു 191Gയിലേക്ക് പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആ ഒരു ഗെയിമിംഗ് ആംബിയൻസും ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വലിയ വൃത്തികേടില്ല കേട്ടോ. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ബഗ്ഗുകളൊന്നും തന്നെ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 191G. അതുകൊണ്ട് തന്നെ 1499 ഇത് വർത്ത് ബൈങ് തന്നെയാണ്. പിന്നെ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1299 കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പുതിയ അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയും കൂടെ വെച്ചിട്ടുള്ള ഈ ഒരു 191G. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ എയർഡോപ്സ് 191Gനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.